ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ രേവതിയുടെ 1ാമത്തെ വിവാഹ വാർഷികം വന്നിരിക്കുകയാണ്. അതോടനുബന്ധിച്ച് തന്നെ ലക്ഷ്മി വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇരുവർക്കും ധരിക്കാനുള്ള ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ. ആ ഒരു സമയത്ത് ചന്ദ്ര വളരെയധികം പുച്ഛത്തോടു കൂടി തന്നെയാണ് ലക്ഷ്മിയോട് പെരുമാറുന്നത്. എന്നാൽ ഇതിനെല്ലാം തന്നെ തക്ക മറുപടി രവി കൊടുക്കുന്നുണ്ടല്ലേ. ഈ ഒരു സമയം തന്നെ ശ്രുതിയോടായിട്ട് ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച് ലക്ഷ്മി തിരക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്കും ശ്രുതിക്കൊന്നും തീരെ പിടിക്കുന്നില്ല. അത് ഇഷ്ടപ്പെടാത്ത രീതിക്ക് തന്നെ അവർ ലക്ഷ്മിയോടായിട്ട് പെരുമാറുന്നുണ്ട്. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, അമ്മ ഇങ്ങോട്ട് വന്നേ, രേവി ഇപ്പം തന്നെ കോളേജ് വിട്ട് വരും, അമ്മ വേഗം വീട്ടിലേക്ക് പോയിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അതേസമയം തന്നെയാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്നിട്ട് കാര്യം തിരക്കുന്നുണ്ട്. അമ്മ എന്താണ് ഇത്ര നേരത്തെ പോകുന്നത്, ഒന്നും തന്നെ കഴിച്ചതുമില്ല, ഒന്നും മിണ്ടാതെ തന്നെ വേഗം പോകുന്നത് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ദേവു വരാറായിട്ടുണ്ട്, അതുകൊണ്ടാണ് അമ്മ പോകുന്നതെന്ന് നമ്മുടെ രേവതി മറുപടി പറയുന്നുണ്ട്. എന്നാൽ എന്തൊരു പ്രശ്നം വീടിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. അങ്ങനെ ലക്ഷ്മി പോയതിനു ശേഷം രേവതിന്റെ അടുക്കളയിലേക്ക് ചെന്നതിന് ശേഷം ചന്ദ്രയും ശ്രുതിയും കൂടി ചെറിയ ഭീഷണിയുടെ സ്വരത്തിലാണ് പറയുന്നുണ്ടല്ലേ, ശ്രുതിയുടെ ഒരു കാര്യത്തിൽ നീ ഇടപെടരുത്, ഇനി ഇടപെട്ട് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം എന്താണെന്ന് നീ അറിയുമെന്നൊക്കെയാണ് ചന്ദ്ര പറയുന്നുണ്ട്. മാത്രമല്ല ശ്രുതിയും നമ്മുടെ രേവതിനോട് ഇഷ്ടപ്പെടാത്ത രീതിക്കാണ് സംസാരിക്കുന്നൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സച്ചിയുടെ രേവതിയുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് തന്നെ രാവിലെ സച്ചി രേവതിയും കൂടിയിട്ട് രേവതിയുടെ വീട്ടിലേക്കായിട്ട് ചെല്ലുന്നുണ്ട്. എന്നാൽ അവിടെ ചെല്ലുന്ന സമയത്താണ് നമ്മുടെ സച്ചി അറിയുന്നത് സച്ചിക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുത്ത് ശരത്താണെന്നും, ശരത്തിന് അഡ്വാൻസ് കിട്ടുന്ന പണം എന്ന് പറഞ്ഞാൽ ആന്റണിയുടെ കയ്യിൽ നിന്നുള്ള ശമ്പളമാണ്. അത് പാവപ്പെട്ടവരെ കണ്ണീരിന്റെ രക്തത്തിന്റെ ഫലമായിട്ട് കിട്ടുന്ന ഒരു തുകയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ഒരു ഡ്രസ്സ് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി പിണങ്ങി തന്നെയാണ് അവിടുന്ന് തിരികെ വീട്ടിലേക്ക് പോരുന്നത്. അപ്പോൾ ഈ സമയത്ത് രേവതിക്കൊക്കെ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. കാരണം തന്റെ കുടുംബത്തിനോട് സച്ചിൻ ഇതേ രീതിയിൽ പെരുമാറിയല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് വീട്ടിലേക്ക് തിരികെ വരുന്നത്. വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇതൊരു ചെറിയൊരു ഫംഗ്ഷനായിട്ട് തന്നെ നടത്തുകയാണ്. രേവതിയും സച്ചിയും അണിഞ്ഞൊരുങ്ങി വളരെ സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ രേവതിയുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന വലിയ ഗംഭീരമായി തന്നെയാണ് കേട്ടോ. ചുറ്റും പുറം എല്ലാം തന്നെ അലങ്കരിച്ച് വെച്ചേക്കുന്നത് കാണുമ്പോൾ തന്നെ ശ്രുതിക്കും ചെറുതായിട്ടാണ് കുശുമ്പൊക്കെ തോന്നുന്നുണ്ട്. ഇതേ സമയം തന്നെ ശ്രീകാന്തും വർഷയും പുറത്തേക്ക് പോയിട്ട് തിരികെ വരുന്ന സമയത്ത് വലിയൊരു കേക്കൊക്കെ മേടിച്ചുകൊണ്ടാണ് വരുന്നത്. ഇത് കാണുന്ന സമയത്ത് ശ്രുതി അന്തം വിട്ട് നിൽക്കുകയാണ്. കാണുന്ന സമയത്ത് ശ്രുതി ചോദിക്കുന്നത്, ഇത് നിങ്ങൾ തലേണ എടുത്തുകൊണ്ടാണ് ഇങ്ങോട്ടേ വരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇത് തലേണയല്ല കേക്കാണെന്ന് പറയുന്നത്. കാരണം അത്രയും വലിയൊരു കേക്കും കൊണ്ടാണ് ഇരുവരും വരുന്നത്. അങ്ങനെ ഈ കേക്ക് അവിടെ കൊണ്ട് വെക്കുന്ന സമയത്തും ചന്ദ്രയ്ക്കും ശ്രുതിക്കൊന്നും തീരെ പിടിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ സച്ചിക്ക് രേവതിക്ക് എന്ത് നല്ല കാര്യം ചെയ്താലും അവർക്ക് തീരെ പിടിക്കാൻ പോകുന്നില്ല. എന്നാൽ ശ്രുതി ചെന്നിട്ട് പറയുന്നുണ്ട്, എത്രയും വേഗം ഇത് കട്ട് ചെയ്യണം, കേക്ക് മെൽട്ടായി പോകുമെന്നൊക്കെ പറയുന്ന സമയത്ത് ഇവന്റെ ഒരു കൊതി എന്നൊക്കെ രവി പറയുന്നുണ്ട്. ആ ഒരു സമയം തന്നെ ശ്രുതിയെ വിളിച്ചുകൊണ്ട് മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചടങ്ങിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ വരുന്നത് ലക്ഷ്മിയും ദേവുമാണ്. ആ ഒരു സമയത്ത് ശരത്ത് എന്ത് ചെയ്യുന്നു ചോദിക്കുന്ന സമയത്ത് ശരത്തിന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് ദേവു മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹിമയാണ് കേട്ടോ. അപ്പോൾ മഹിമേനെ കാണുമ്പോൾ തന്നെ സച്ചിക്ക് ദേഷ്യം ഇറക്കാനാവുന്നില്ല. ആ ഒരു സമയത്ത് സച്ചി വേഗം തന്നെ പറയുന്നുണ്ട്, ആരും അവരുടെ അടുത്തേക്ക് ചെല്ലരുത്, അവരുടെ ദേഹത്തുള്ള ഏതെങ്കിലും ഒരു സ്വർണം കാണാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് കുറ്റം വെക്കുമെന്ന് പറയുന്ന സമയത്ത് രവി വേഗം സച്ചിയോട് പറയുന്നുണ്ട്, സച്ചി നീ മിണ്ടാതിരിക്ക്, വീട്ടിലേക്ക് കയറി വരുന്നവരോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ ചോദിച്ച് രവി വഴക്കൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് മഹിമ പറയുകയാണ്, സച്ചിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അന്നുണ്ടായത് അതേപോലെ രീതിയിലുള്ള സംഭവമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹിമ വേഗം തന്നെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തന്റെ ബാഗിൽ നിന്നൊരു പൊതി എടുത്തതിന് ശേഷം രേവതിയോടായിട്ട് പറയുന്നത് രേവതിക്ക് വേണ്ടിയിട്ടുള്ള വിവാഹ സമ്മാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് തുറന്നു നോക്കുന്ന സമയത്ത് 2 ഗോൾഡ് വളയാണ്. ഇത് കാണുമ്പോഴത്തേക്കും ചന്ദ്ര അന്തം വിട്ടു നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മഹിമയുടെ മനസ്സെന്ന് പറഞ്ഞ വലിയ മനസ്സാണ്. സ്വന്തം മകളുടെ വിവാഹ ചടങ്ങിന് കൊടുക്കുന്ന പോലെ മറ്റുള്ളവരുടെ മകൾക്ക് വേണ്ടി മഹിമ സമ്മാനം കൊടുക്കുന്നത്. ആദ്യമേ വന്നു കയറിയ ചിലരുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ നോക്കിയിട്ട് വീണ്ടും പറയുകയാണ്, അവർ വെറും കൈയോട് കൂടിയിട്ടാണ് ചടങ്ങ് കൂടാൻ വന്നിരിക്കുന്നത്, അതും സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ എന്നൊക്കെ ലക്ഷ്മിയെ കുറ്റപ്പെടുത്തി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ രവി പറയുന്നത് ചന്ദ്രൻ മിണ്ടാതിരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും രേവതിയുടെ വീട്ടുകാരെ കൊച്ചകന്നിരിക്കുന്ന സംസാരിക്കാതെ ഇതൊക്കെ കേട്ടുകൊണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് മഹിമ. അതിനുശേഷം രേവതിയുടെ കൈ നീട്ടാൻ പറയുന്ന സമയത്ത് രേവതി വേഗം തന്നെ ആ ഒരു സ്വർണ്ണവള 2 മേടിച്ച് കയ്യിൽ പിടിക്കാനുണ്ടാവും. ഈ ഒരു സമയത്ത് ചന്ദ്ര പതിയെ ഭാമയോടായിട്ട് പറയുന്നത്, കണ്ടില്ല അവൾ ഇതുവരെ സ്വർണ്ണം കാണാത്ത പോലെ അവിടെ കാണിക്കുന്നത് കണ്ടില്ലേ, ഇത്രയും അവനൊന്നും അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അവളുടെ വീട്ടുകാർ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സ്വർണ്ണത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് വേഗം രേവതി എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ വർഷയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം വർഷയുടെ കൈകളിലേക്കായിട്ട് ഈ വളയണിയിക്കാൻ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ മഹിമയ്ക്ക് ശരിക്കും തിരിച്ചടി കിട്ടുന്ന ഒരു രീതിയാവുകയാണ്. കാരണം രേവതിക്ക് താൻ കൊടുത്തൊരു ഗിഫ്റ്റ് അത് നേരെ തിരിച്ച് തന്റെ മകളുടെ കയ്യിലേക്ക് ഇടുന്ന കണ്ടപ്പോഴത്തേക്കും മഹിമയെ അപമാനിക്കുന്നതിന് തുല്യമായിട്ട് നമ്മുടെ മഹിമയ്ക്ക് തോന്നുന്നുണ്ട്. മഹിമ ആ ഒരു കാര്യം രേവതിയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി തന്ന ഗിഫ്റ്റ് എന്തിനാ വർഷയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് എന്നേക്കാൾ നന്നായിട്ട് കയ്യിൽ വളകൾ ഇണങ്ങുന്നത് വർഷയ്ക്കാണ്, മാത്രമല്ല വർഷയുടെ അമ്മ മേടിച്ചുകൊണ്ട് വന്ന വളയാണിത്, ഇത്ര വലിയ സ്വർണ്ണത്തിന്റെ ഗിഫ്റ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതി മഹിമയോടായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് തന്റെ വീട്ടുകാരെയും തന്നെയും കൊച്ചാക്കിയ രീതിക്കുള്ള മഹിമയുടെ ആ ഒരു പെരുമാറ്റവും മാത്രമല്ല ചന്ദ്രയുടെ മറുപടി, ഇതുകൂടാതെ നിരപരാധിയായി തന്നെ ഒരിക്കൽ കള്ളിയാക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള എല്ലാ ദേഷ്യവും രേവതി അവിടെ തീർക്കാണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.